നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എയുടെ വെളിപ്പെടുത്തലുകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ വികാരം പോലീസ് സേനയിൽ ശക്തമാകുകയാണ്. അജിത് കുമാറിനെ മാറ്റില്ലെന്നാണ് സർക്കാർ നിലപാട്. ഇതിനിടെയാണ് അതൃപ്തി ശക്തമാകുന്നത്. അതിനിടെ അവധി നീട്ടിയെടുക്കുന്ന കാര്യത്തിൽ അജിത് കുമാർ ഉടൻ തീരുമാനമെടുക്കുകയും ചെയ്യും. അജിത് കുമാറിനെതിരായ അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. ഈ 1 മാസം അജിത് കുമാർ ഓഫീസിലേക്ക് വരില്ലെന്നാണ് സൂചന. സ്വയം അവധിയെടുത്ത് മാറി നിൽക്കും. അതിനിടെ ADGP അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് അന്വേഷണ സംഘാംഗങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണ സംഘാംഗങ്ങൾ ആരാണെന്ന വിവരം പോലും പുറത്തു പോകരുതെന്നാണ് DGPയുടെ നിർദ്ദേശം. അൻവറിന്റെ വിശദമൊഴി DIG എടുത്തിരുന്നു. ഇത് മുഖ്യമന്ത്രിയെ പോലീസ് മേധാവി ധരിപ്പിച്ചിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയാൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷന് ശ്രമിച്ചേക്കും. ഇതിന്റെ സാധ്യതയും അജിത് കുമാർ തേടിയിട്ടുണ്ട്. RSS കൂടിക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ ഇടതുപക്ഷത്ത് നിലപാട് ശക്തവുമാണ്. മന്ത്രിസഭയിലും പ്രതിഷേധമുണ്ട്. CPI നിലപാടും കടുപ്പിക്കും. ഇതിനൊപ്പമാണ് അജിത് കുമാറിനെതിരായ അന്വേഷണം. ഇതിലെ കണ്ടെത്തൽ വരെ കാത്തിരിക്കാനാണ് പിണറായിയുടെ തീരുമാനം. ADGPയുടെ വീട് നിർമ്മാണവും RSS നേതാവിനെ കണ്ടതും ഉൾപ്പെടെ സകലതും അന്വേഷണ പരിധിയിലുണ്ട്. അതിനാലാണ് അന്വേഷണം അതീവ ഗൗരവത്തിലാക്കാൻ നിർദ്ദേശിച്ചത്. കോവളത്ത് വെച്ച് അജിത് കുമാർ RSS ദേശീയ വക്താവായിരുന്ന R രാംമാധവനെ കണ്ടെന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. RSS ജനറൽ സെക്രട്ടറിയെ തൃശൂരിലും കണ്ടു. ഇത് ADGP സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി അസാധ്യമാണ്. എന്നാൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ സർക്കാരിനെ മാറ്റാം. അതിനിടെ അന്വേഷണ സംഘത്തിലെ താഴ്ന്ന ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന ADGP MR അജിത് കുമാറിന്റെ കത്തിൽ തുടർ നടപടികൾ വേണ്ടെന്ന നിർദ്ദേശവും DGP നൽകിയിട്ടുണ്ട്. കത്തിനെ തുടർന്ന് ഉത്തരവിറക്കിയാൽ അത് ചട്ടവിരുദ്ധമാകുമെന്ന് കണ്ടതിനാലാണിത്. താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുള്ളതിനാൽ എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന ചോദ്യം ഉയർന്നതോടെയാണ് ചട്ടവിരുദ്ധമായ നിർദ്ദേശം ADGP ഇറക്കിയത്. ഇത് സംബന്ധിച്ച ഉത്തരവിറക്കണമെന്നും DGPയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉത്തരവിറക്കിയാൽ അത് നിയമപ്രശ്നങ്ങളിലേക്ക് എത്തുമെന്ന് കണ്ടതിനാലാണ് ഉത്തരവിറക്കേണ്ടെന്ന് തീരുമാനിച്ചത്. അജിത് 4 ദിവസം അവധിയിൽ പോകുന്നുണ്ട്. പക്ഷേ അത് സെപ്റ്റംബർ 14 മുതൽ 17 വരെയാണ്. അത് നീട്ടാൻ തന്നെയാണ് സാധ്യത. അതിവിശ്വസ്തരുമായി അജിത് കുമാർ ചർച്ച നടത്തുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പി.വി. അൻവറിന്റെ മൊഴിയെടുപ്പ് ഇന്നലെ പൂർത്തിയായി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ 7.5 കിലോ സ്വർണം പിടിച്ച കേസുമായി ബന്ധപ്പെട്ട തെളിവ് കൈമാറിയെന്ന് അൻവർ മൊഴിയെടുപ്പിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. P. ശശിക്കെതിരെ ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണം. പോലീസ് അന്വേഷിക്കുന്നത് കുറ്റകൃത്യമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട്. 7 മണിക്കൂറിലധികം സമയമെടുത്താണ് മൊഴിയെടുപ്പ് പൂർത്തിയായത്. തൃശൂർ DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തൽ അടക്കമുള്ള 15 പരാതികളാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. നന്ദി.